വെൽക്കം ബാക്ക് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ പൈത്തണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ മൾട്ടി പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഗ്രാം സ്പീഡപ്പ് ചെയ്യുന്നതിനും വളരെ പെട്ടെന്ന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾട്ടി പ്രോസസ്സിംഗ്. സോ എന്താണ് മൾട്ടി പ്രോസസ്സിംഗ്? ഇൻ ഡെഫിനിഷൻ, മൾട്ടി പ്രോസസ്സിംഗ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു റൺ വൺ മോർ പ്രോസസ് ഇൻ പാരലൽ. അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് പാരലലി റൺ ചെയ്യാനുള്ള സിസ്റ്റത്തിൻ്റെ കഴിവിനെയാണ് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. ഒരു റെസ്റ്റോറൻറ്റ് അതിന് വേണ്ടി എടുക്കാം. അവിടെ ഒരു സിംഗിൾ ഷെഫ് വർക്ക് ചെയ്യാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഷെഫ് തന്നെയാണ് ഡിഫറെൻറ്റ് ഡിഷസ് കുക്ക് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ഷെഫ് തന്നെയാണ് പ്രധാനപ്പെട്ട ഡിഷസ് എല്ലാം കുക്ക് ചെയ്യേണ്ടത്. ലൈക്ക് മീൽസ്, ബിരിയാണി, ചിക്കൻ സൂപ്പ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഉള്ള ഡിഷസ്. ഇത്രയും ഡിഷസ് ഒരു സിംഗിൾ ഷെഫ് തന്നെ വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. സോ ഫുൾ ഡിഷസ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതേസമയം ഒരു 4 ഷെഫ്സ് ഈ ഡിഷസിൽ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ സാധിക്കും. അതായത് ഓരോ ഡിഷും ഓരോ ഷെഫ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിഷസ് കംപ്ലീറ്റ് ആകും. ഫോർ എക്സാമ്പിൾ, ഒരു ഷെഫ് 6 AM to 2 PM വരെ എടുക്കുന്ന ഒരു ജോബ് 4 ഷെഫ്സ് ചേരുമ്പോൾ മേ ബി 6 AM to 10 AM കൊണ്ട് തന്നെ തീർക്കാൻ സാധിക്കും. മൾട്ടി പ്രോസസ്സിങ്ങും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഒരു സിംഗിൾ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക്, ഒരു വലിയ ടാസ്ക് മൾട്ടിപ്പിൾ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് പാരലലി എക്സിക്യൂട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, CPU യൂട്ടിലൈസേഷൻ ഒരുപാടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി കൺസിഡർ ചെയ്യുക. 3 ടാസ്കുകൾ ചേർന്നതാണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് കരുതുക. ഒരു സിംഗിൾ പ്രോസസ്സ് യൂസ് ചെയ്യുന്ന ഇൻ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഓരോ ടാസ്കും സീക്വൻഷ്യലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ടാസ്ക് 1 ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദെൻ സെക്കൻഡ് ടാസ്ക്, ദെൻ തേർഡ് ടാസ്ക്. ഈ ഒരു ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പ്രോസസ്സ് ഒരു സിംഗിൾ CPU ആൻഡ് മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ മൾട്ടി പ്രോസസ്സിങ്ങിൽ ഈ 3 ടാസ്കും സെപ്പറേറ്റ് പ്രോസസ്സായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓരോ പ്രോസസ്സും ഇൻഡിവിജ്വൽ CPU ആൻഡ് മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവയുടെ എക്സിക്യൂഷൻ പാരലലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. പൈത്തൺ മൾട്ടി പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈത്തണിൻ്റെ ലൈബ്രറിയായ മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ടാസ്കിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു സിമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്. ഇവിടെ മെയിൻലി 2 ഫംഗ്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. ഈ 2 ഫംഗ്ഷനിലും സ്ലീപ്പ് മെത്തേഡ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫംഗ്ഷനിലും 2 സെക്കൻഡ് ഡിലേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റു ലോജിക്കുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 4 സെക്കൻഡ് ആണ്. ഓരോ ഫംഗ്ഷനും 2 സെക്കൻഡ് വെച്ചിട്ട് ടോട്ടൽ 4 സെക്കൻഡ്. ഇവിടെ ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 ഇവ സീക്വൻഷ്യലി ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സെയിം സ്ക്രിപ്റ്റിൽ മൾട്ടി പ്രോസസ്സിംഗ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൾട്ടി പ്രോസസ്സിങ്ങിൻ്റെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 2 ഫംഗ്ഷനും 2 പ്രോസസ്സായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓരോ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും മൾട്ടി പ്രോസസ്സിംഗ് ഡോട്ട് പ്രോസസ്സ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോസസ്സ് എന്ന ഫംഗ്ഷനിൽ ടാർഗറ്റ് എന്നൊരു ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഫംഗ്ഷനാണോ നമുക്ക് പ്രോസസ്സായി സെറ്റ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷനെ ടാർഗറ്റായിട്ട് പാസ് ചെയ്യണം. ഇവിടെ ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 ഈ ഫംഗ്ഷൻസ് ആണ് പ്രോസസ്സായി ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രോസസ് ഡോട്ട് സ്റ്റാർട്ട് എന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോസസ് ഡോട്ട് ജോയിൻ എന്ന മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ മെത്തേഡിനെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് പ്രോസസ് 1 ദെൻ പ്രോസസ് 2 ഇവ രണ്ടും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻ മെത്തേഡ് റൺ ചെയ്യാവൂ. അതായത് അതിന് ശേഷമുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യാവൂ. ജോയിൻ മെത്തേഡിനെ കുറിച്ച് എൻ്റെ യൂസേജിനെ കുറിച്ചും പിന്നീട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 2 സെക്കൻഡ് ആണ്. ഇവിടെ 2 പ്രോസസ്സും പാരലി റൺ ചെയ്ത് കൊണ്ടാണ് 2 സെക്കൻഡ് കൊണ്ട് ടോട്ടൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. ഇങ്ങനെ മൾട്ടി പ്രോസസ്സിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്പീഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ജോയിൻ മെത്തേഡിൻ്റെ യൂസേജ് നോക്കാം. ഇവിടെ ജോയിൻ മെത്തേഡ് കമൻറ്റ് ചെയ്തുകൊണ്ട് സെയിം കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കാണാം ആഫ്റ്റർ പ്രോസസ് എന്ന സ്ട്രിങ് ആണ് ഫസ്റ്റ് പ്രിൻ്റ് ആയിരിക്കുന്നത്. അതിനുശേഷമാണ് ബോത്ത് ടാസ്ക് ആർ കംപ്ലീറ്റഡ് എന്ന സ്ട്രിങ് പ്രിൻ്റ് ആയിരിക്കുന്നത്. ദെൻ ടാസ്ക് 1 സ്റ്റാർട്ടഡ്, ദെൻ ടാസ്ക് 2 സ്റ്റാർട്ടഡ് എന്നീ സ്ട്രിങ്ങുകളും പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഇതിന് കാരണം പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2 ഇവ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് എക്സിക്യൂട്ട് ആയത് ആഫ്റ്റർ പ്രോസസ് എന്ന പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് മീൻസ് പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2 ഇവയുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ മെയിൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ലൈൻ പ്രോസസ്സ് ചെയ്തു എന്നുള്ളതാണ്. സോ ജോയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് മെയിൻ പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യിക്കാനാണ്. ബേസിക്കലി ഇത് ചെയ്യുന്നത് ചൈൽഡ് പ്രോസസ്സിനെ മെയിൻ പ്രോസസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ മെയിൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. സോ ഇതാണ് മൾട്ടി പ്രോസസ്സിങ്ങിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ. ഇതുപോലെ മൾട്ടി പ്രോസസ്സിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് പ്രോസസ് പൂൾ എക്സിക്യൂട്ടർ.
പ്രോസസ് പൂൾ എക്സിക്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രോസസ്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. പൈത്തണിൻ്റെ മൊഡ്യൂളായ concurrent.futures-ലാണ് പ്രോസസ് പൂൾ എക്സിക്യൂട്ടർ എന്ന ക്ലാസ് ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ കോണ്ടെക്സ്റ്റ് മാനേജറായ വിത്ത് യൂസ് ചെയ്ത് പ്രോസസ് പൂൾ എക്സിക്യൂട്ടർ ആഡ് ചെയ്യുക. ഇവിടെ മാക്സ് വർക്കർ എന്നൊരു പാരാമീറ്റർ കാണാം. മാക്സിമം വർക്കർ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാരലൽ പ്രോസസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എത്ര പ്രോസസ്സാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു കൗണ്ടാണ് മാക്സിമം വർക്കറിൽ ആഡ് ചെയ്യേണ്ടത്. executor.submit ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷനെയും പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി രണ്ട് പ്രോസസ്സ് ക്രിയേറ്റ് ആവുന്നു. ഇവിടെ future.result യൂസ് ചെയ്യുന്നത് ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ആകുമ്പോൾ അവയുടെ റിട്ടേൺ വാല്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് future.result യൂസ് ചെയ്യുന്നത്. പ്രോസസ് പൂൾ എക്സിക്യൂട്ടർ ക്ലാസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്റ്റാർട്ട് മെത്തേഡ് ആൻഡ് ജോയിൻ മെത്തേഡ് ഇവ സ്പെസിഫിക്കലി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്പർ ഓഫ് പ്രോസസ് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി മൾട്ടി പ്രോസസ്സിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കേസിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ടാസ്ക് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു ടാസ്ക് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി സ്പീഡപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് മൾട്ടി ത്രെഡിങ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. ഇതിൽ മൾട്ടി പ്രോസസ്സിംഗ് എപ്പോഴൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്യേണ്ടത് CPU ബൗണ്ട് ടാസ്കിലാണ്. സോ എന്താണ് CPU ബൗണ്ട് ടാസ്ക്? നിങ്ങളുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് CPU യൂസേജ് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു CPU ബൗണ്ട് ടാസ്ക് ആണ്. ബിക്കോസ് അത്രയും കമ്പ്യൂട്ടേഷൻ അവിടെ നടക്കുന്നുണ്ട്. CPU ബൗണ്ട് ടാസ്കിന് എക്സാമ്പിളാണ് മാത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്, വീഡിയോ എൻകോഡിംഗ്, മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിനിങ് ഇവയെല്ലാം. സോ CPU ബൗണ്ട് ടാസ്ക് സ്പീഡപ്പ് ചെയ്യുന്നതിനാണ് മെയിൻലി മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് മൾട്ടി ത്രെഡിംഗ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ബൗണ്ട് ടാസ്കുകൾക്കാണ് മൾട്ടി ത്രെഡിംഗ് യൂസ് ചെയ്യുന്നത്. ഫയൽസ് റീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫയൽസ് റൈറ്റ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റീസ്, അല്ലെങ്കിൽ ഫയൽ ഡൗൺലോഡിംഗ് ഓർ അപ്ലോഡിംഗ്, ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാ സെറ്റ്സ് റീഡ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതല്ലെങ്കിൽ യൂസർ ഇൻട്രാക്ഷൻ വെയിറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ടാസ്കുകൾ, ഇവയ്ക്കാണ് മൾട്ടി ത്രെഡിംഗ് യൂസ് ചെയ്യുന്നത്. മൾട്ടി ത്രെഡിങ്ങിനെ കുറിച്ച് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മൾട്ടി ത്രെഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൾട്ടി പ്രോസസ്സിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. മൾട്ടി പ്രോസസ്സിങ്ങിനെ കുറിച്ചും മൾട്ടി ത്രെഡിങ്ങിനെ കുറിച്ചും അഡ്വാൻസ്ഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പാരന്റ് ചാനലായ കോഡേഴ്സ് ബ്രാഞ്ച് എന്ന ചാനലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.